ചെയ്യുന്നത് ഒരു ഈദ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. മൂൺ ആൻഡ് സ്റ്റാർ മേക്കിംഗ് ആണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ്ബോർഡിൽ മൂണിൻ്റെ ഷേപ്പ് വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മൂണിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മൂണിൻ്റെ രണ്ട് സൈഡും നമുക്ക് കട്ടിയുള്ള ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് എടുത്ത് ചാർട്ട് പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മൂണിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. അങ്ങനത്തെ രണ്ടെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. വെട്ടിയെടുത്ത രണ്ട് ചാർട്ട് പേപ്പറും നമുക്ക് കാർഡ്ബോർഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് മുട്ടിച്ചു കൊടുക്കാം. ഇനി 1/2 സെൻറ്റിമീറ്റർ വീതിയിൽ നല്ല നീളത്തിൽ ചാർട്ട് പേപ്പർ വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കത് ഈ മൂണിൻ്റെ ചുറ്റുമായിട്ടും ഒട്ടിച്ചു കൊടുക്കാം. ഇത് കാർഡ്ബോർഡിൻ്റെ വെട്ടിയെടുത്ത ഭാഗം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ ചാർട്ട് പേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തു. ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കാർഡ്ബോർഡാണെന്നൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ഇനി അടുത്തത് നമ്മൾ എടുക്കുന്ന ഐറ്റം മുട്ടത്തോടാണ്. അപ്പോൾ മുട്ടത്തോട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ടത്തോട് ഓരോരോ പീസുകളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ രണ്ട് സൈഡിലൊന്നും ഒട്ടിക്കണില്ല കേട്ടോ, ഒരു സൈഡ് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കണത്. ബാക്ക് സൈഡ് അങ്ങനെ തന്നെ ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി. മുട്ടത്തോട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഗ്യാപ്പ് അനുസരിച്ച് ചെറുതും വലുതായിട്ടുള്ള പീസുകളൊക്കെ ആയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒരു സൈഡ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്ത എക്സെൽസ് മൊത്തമായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ്. ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് പേൾ മെറ്റാലിക് കളേഴ്സാണ്. ഓരോ എക്സൽ പീസിൻ്റെയും മുകളിലേക്കാണ് നമ്മൾ ഈ കളേഴ്സ് കൊടുക്കാൻ പോണത്. ആദ്യം എടുത്തിരിക്കുന്നത് പേൾ മെറ്റാലിക് ബ്ലൂ കളറാണ്. അതിങ്ങനെ എക്സൽ പീസിൻ്റെ മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലൂ കളർ ഒരുമിച്ച് വരാത്ത രീതിയിൽ പല പല ഭാഗങ്ങളിലായിട്ടാണ് കേട്ടോ കൊടുക്കണത്. എൻ്റെ കയ്യിൽ പേൾ മെറ്റാലിക്കിൻ്റെ 8 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 8 കളേഴ്സ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടേ. അടുത്തത് കൊടുക്കുന്നത് യെല്ലോ കളറാണ്. ഇനി കൊടുക്കുന്നത് സിൽവർ കളറാണ്. ഇനി കൊടുക്കാൻ പോണ കളേഴ്സ് റെഡ് കളർ, കോപ്പർ കളർ, ഗ്രീൻ കളർ, പിങ്ക് കളർ. ഈ 4 കളേഴ്സ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ എക്സൽ പീസും കളർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഒരു കളർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ഗോൾഡൻ കളർ. ഗോൾഡൻ കളർ വെച്ചിട്ട് നമ്മൾ ഈ മൂടിൻ്റെ ഫ്രണ്ട് സൈഡ് മൊത്തമായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മൊത്തത്തിൽ ഒരു ഗോൾഡിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. മൂൺ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാറാണ്. അപ്പോൾ ഒരു കാർഡ്ബോർഡിൽ സ്റ്റാറിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റാറിലും ചെയ്യുന്നത് മൂണിൽ ചെയ്ത പോലെ തന്നെയുള്ള അതേ വർക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതാ അങ്ങനെ സ്റ്റാറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മൂണിനെ സ്റ്റാറിനെ നമുക്ക് എന്തിലേക്കെങ്കിലും ഒന്ന് ഒട്ടിച്ചൊന്ന് സെറ്റപ്പാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൾട്ടിവുഡിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. ഇത് വീട്ടിൽ മുമ്പ് കബോർഡ് വർക്ക് ചെയ്തപ്പോൾ ബാലൻസ് വന്ന വുഡ് പീസാണ്. അപ്പോൾ ഇതേപോലത്തെ വുഡ് പീസുകൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും വർക്കുകൾക്ക് ഉപയോഗിക്കാമല്ലോ. മൂണും സ്റ്റാറും ഇതിലേക്ക് നേരിട്ട് ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഈ വുഡ് പീസിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് പഞ്ഞി വെച്ചൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പഞ്ഞി കുറേശ്ശെ ആയിട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പഞ്ഞി ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നത് ആകാശത്തിൻ്റെയും മേഘത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. വുഡ് പീസ് ഒട്ടും കാണാത്ത രീതിയിൽ വേണം പഞ്ഞി വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ. 4 വശങ്ങളും കൂടി ഇതേപോലെ പഞ്ഞി വെച്ച് കവർ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നിലാവും നക്ഷത്രവും ഒട്ടിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ 2 രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ മൂണിനെ സ്റ്റാറിനെ ഇതിലേക്ക് ഒട്ടിക്കാം. ഒന്ന് ഇതേപോലെ കുത്തി നിർത്തി ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ പഞ്ഞിയുടെ മുകളിലേക്ക് ഇങ്ങനെ കിടത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എനിക്കപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചാണ് കുറേയും കൂടി ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ മൂണിൻ്റെ ബാക്ക് സൈഡ് മൊത്തം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റാറും അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗോൾഡൻ കളറും വൈറ്റ് കളറും ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ പഞ്ഞിയുടെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റാർ ആൻഡ് മൂൺ മേക്കിങ്ങിൻ്റെ ഈദ് ക്രാഫ്റ്റ് ഞാൻ കഴിഞ്ഞ വർഷവും ഈദിന് ചെയ്തിരുന്നു. അതിൽ സ്റ്റാറും മൂണും പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണ വിധവും കാണിക്കണുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതും കൂടി കണ്ടോളൂ. ഈ ഷോ പീസ് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് ടേബിൾ ഡെക്കറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കിത് വാൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വുഡ് പീസ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കാർഡ്ബോർഡ് തന്നെ ഉപയോഗിച്ചാലും മതി. കാർഡ്ബോർഡിൻ്റെ മുകളിൽ ഇതേപോലെ പഞ്ഞിയൊക്കെ ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ നിലാവ് നക്ഷത്രമൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു.